പ്രിയരെ, മദനിയുടെ കേരളത്തിലേക്കുള്ള വരവാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന പ്രാധാന്യപ്പെട്ടവയിലൊന്ന്. എന്തുകൊണ്ടാണ് കർണാടക സർക്കാർ ഈ സുരക്ഷാ ചിലവുകൾ മദനി തന്നെ വഹിക്കണമെന്ന് അടം പിടിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. ആ ചിന്തയിൽ നിന്നൊക്കെ പലതവണ ചിന്തിച്ചിട്ടും മറിഞ്ഞു തിരിഞ്ഞ് ഒരൊറ്റ ഉത്തരത്തിലേക്കാണ് അത് വന്നു നിന്നത്. അത് 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ കർണാടക സർക്കാർ അനുവദിച്ചു കൊടുത്ത ആ ഒരു ജാമ്യം, മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ മാത്രം അനുവദിച്ചു കൊടുത്ത ജാമ്യവും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മദനി സുപ്രീം കോടതിയിൽ പോയി നേടിയ 7-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ജാമ്യവും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കർണാടക സർക്കാർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നന്മകളിൽ ഒന്നിലും മദനി പങ്കെടുക്കരുത് എന്ന മുൻപേർ കാഴ്ചപ്പാടുകൾ കൊണ്ട് തടഞ്ഞു വെച്ച മകന്റെ വിവാഹത്തിലേക്ക് സുപ്രീം കോടതിയുടെ കനിവോടുകൂടി മദനി നടന്നു കയറുമെന്നും ആ വിവാഹത്തിൽ പങ്കെടുക്കുമെന്നും ആ വിവാഹത്തിൽ ഒരു ജനസാഗരത്തെ ഇളക്കി മറിക്കുന്ന ഒരു നോട്ടമായി, ഒരു സാന്നിധ്യമായി മദനി ഉണ്ടാകുമെന്നും മുൻപേറെ കണ്ടവരുടെ രാഷ്ട്രീയ ശത്രുക്കളുടെ ചട്ടുകമാവുകയാണ് കർണാടക സർക്കാർ. അതുകൊണ്ട് തന്നെയാണ് മദനിയെ കൊണ്ട് 16 വർഷമായി ജയിലിൽ കഴിയുന്ന മദനിയെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത തുക തോളിൽ ഒരു വലിയ നുകമായി കെട്ടിവെച്ചു കൊടുത്തുകൊണ്ട് സർക്കാർ ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച എന്ന പച്ചയായ നീതി നിഷേധം കാണിക്കുന്നത്. ഇതിനെ ന്യായീകരിക്കുന്നവരും മദനി അത്തരത്തിലൊരു തുക കെട്ടിവെച്ചുകൊണ്ട് നാട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ എന്ന് പറയുന്നവരുമൊക്കെ അക്ഷരാർത്ഥത്തിൽ മദനിയെ ഭയക്കുന്നവർ തന്നെയാണ്. തടവറ ഭേദിച്ച് അദ്ദേഹം ഒരിക്കലും പുറത്തു വരരുതെന്ന് അവരാഗ്രഹിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി, മറ്റൊരു നേർക്കാഴ്ച കൂടിയാണ്. പൊതുസമൂഹം പ്രതികരിക്കും. പക്ഷെ പ്രതികരിക്കുന്നവരെ തീവ്രവാദി എന്നും വർഗീയവാദി എന്നും മുദ്ര കുത്തുന്ന മറ്റൊരു ജനവിഭാഗം കൂടി ഇവിടെയുണ്ട്. ഇന്നോളം ഒരു കുറ്റവും മദനിക്കെതിരെ തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും ഇത്ര വലിയ ഒരു ഭീകര ജീവിയായി മദനിയെ കേരളത്തിലേക്ക് ഇത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി കൊണ്ടുവരുന്നതിന്റെ ഉത്തരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒന്നു മാത്രം എനിക്കറിയാം, 15 ലക്ഷം രൂപ മദനിയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. 100 രൂപ വെച്ച് പോലും ഒരു ബക്കറ്റ് പിരിവ്, 48 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ബക്കറ്റ് പിരിവ് 100 രൂപ പ്രകാരം നടത്തിയാൽ പോലും മദനി 3 തവണ കർണാടക സർക്കാരിന്റെ ഈ നിബന്ധനകൾ പ്രകാരമുള്ള പണം കെട്ടിവെച്ച് വന്നു പോകാനുള്ള പണം ഉണ്ടാകുമെന്ന് ദീർഘമായ കാഴ്ചപ്പാടുകൾ, ദീർഘമായ വീക്ഷണങ്ങളും കൃത്യമായ വിലയിരുത്തലുകളും ഉള്ളവരാണ് മദനിയുടെ അനുയായികളും മദനിയും. എന്നാൽ അത്തരത്തിൽ ഒരു പണപ്പിരിവ് നടത്തുകയോ അത്തരത്തിൽ ഈ ഭീമമായ തുക കെട്ടിവെച്ചുകൊണ്ട് അനാവശ്യ നഷ്ടങ്ങളെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്റെ മകന്റെ വിവാഹത്തിൽ തനിക്ക് സംബന്ധിക്കേണ്ടതില്ല എന്ന് പറയുന്ന ആർജവമുള്ള കാരുണ്യവാനായ നേതാവിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയുവാൻ മനസ്സാക്ഷിയുള്ള പൊതുസമൂഹത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് എന്റെ നിലപാടുകളെ കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൂടെയും ഇപ്പോ ഈ വോയിസിലൂടെയും ഞാൻ പ്രതികരിക്കുന്നത്. മർദ്ദിതന്റെയും പീഡിതന്റെയും ശബ്ദത്തെ തടവറകളിൽ തടഞ്ഞു വെക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്നതിന്, അദ്ദേഹത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടിയുള്ള അവകാശ നിഷേധങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിനായി ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഇനിയും ഉയർക്കൊണ്ടുവരും. സ്ത്രീകളെന്നും കുട്ടികളെന്നും യുവത്വമെന്നും വൃദ്ധരെന്നുമില്ലാതെ നീതിബോധമുള്ള തലമുറ ഉയർത്തെഴുന്നേൽക്കും. മദനി വരും. കാത്തിരിക്കാം, നമുക്ക് നിശബ്ദരായി കാത്തിരിക്കാം. അതാണ് വേണ്ടത്. വലിയ നിലവിളികളേക്കാൾ അർത്ഥമുണ്ട് മൂർച്ചയുള്ള മൗനങ്ങൾ. അതുതന്നെയാണ് മൗനിയായി തന്റെ തടവറയിൽ മദനി അവലംബിക്കുന്നത്.